റിയൽമിയുടെ 13 Pro 5G Pro Plus അല്ല, അതിൻ്റെ ചെറിയ മോഡലായിട്ടുള്ള Pro 5G എങ്ങനെയുണ്ട്? ഇതിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ 8GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 26,999 ആണ്. ബട്ട് ഓഫർ ഉണ്ട്, 3000 രൂപയുടെ ഇൻസ്റ്റൻറ്റ് ബാങ്ക് ഓഫർ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 23,999 ബേസ് മോഡൽ കിട്ടുന്നതായിരിക്കും. വേറെ 2 വേരിയൻ്റ് കൂടെ വരുന്നുണ്ട്, അതായത് 8GB 256GB വേരിയൻ്റ് വരുന്നുണ്ട്. അതിൻ്റെ നോർമലായിട്ടുള്ള പ്രൈസ് 28,999 ആണ്. ഓഫർ പ്രൈസ് 25,999 കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹയർ വേരിയൻ്റ് ആയിട്ടുള്ള 12GB 512GB വേരിയൻ്റെ പ്രൈസ് 31,999 ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 28,999 കിട്ടുന്നതായിരിക്കും. 24,000 രൂപയ്ക്ക് നമുക്കിതിൻ്റെ ഓഫർ പ്രൈസ് ബേസ് മോഡലിന് കിട്ടുന്നുണ്ട്. ആ ഒരു പ്രൈസ് പോയിന്റിൽ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് Pro Plus 5G കണ്ട അതേ സെയിം ആയിട്ടുള്ള ഡിസൈൻ പാറ്റേൺ തന്നെയാണ്. സെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല, സെയിം ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഇതിനും വരുന്നത്. നമുക്കിതിൽ ഗ്ലാസും വരുന്നുണ്ട്, വീഗൻ ലെതറും വരുന്നുണ്ട്. അത് കളർ ഡിഫറൻസിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഒരു ഡിഫറൻസ് വരും. ഗ്ലാസ് എടുക്കുക, അതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലാസ് എന്ന് പറഞ്ഞൊരു ഗോൾഡ് ഒരു വൈറ്റ് കളർ തീമിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നൈസായിട്ടുള്ള കളറാണ് ഇതെന്ന് പറഞ്ഞാൽ. നല്ല പ്രീമിയം ആയിട്ടുള്ള ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു കളർ വേരിയൻ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു വയലറ്റൊക്കെ തന്നെ വരുന്നുണ്ട്. വയലറ്റ് Pro Plusനാണെന്നൊക്കെ ഡൗട്ട് ഉണ്ട്, സോ അതൊക്കെ നോക്കുക. അപ്പം എന്തായാലും ആ ഒരു വൈറ്റും ഒരു ഗോൾഡൻ കളർ എന്തായാലും ഇതിൽ വരുന്നുണ്ട്. പിന്നീട് 188 ഗ്രാമാണ് വെയിറ്റ് ആയിട്ട് വരുന്നത്. 8.2 mm തിക്നെസ് വരുന്നുണ്ട്. IP65 റേറ്റിംഗ് ഒക്കെ തന്നെ ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നൈസായിട്ടുള്ള നല്ലൊരു ബിൽഡും അതുപോലെ തന്നെ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ 3D കർവ്ഡ് ആയിട്ടുള്ള 120 Hz ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 2000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെന്താ ഗൊറില്ല ഗ്ലാസ് 7i പ്രൊട്ടക്ഷനൊക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നൈസായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ വൈസും Pro Plus ഒക്കെ തന്നെ സെയിം തന്നെയാണ്, വലിയ ഡിഫറൻസേ ഇല്ല. ഡിസ്പ്ലേ വൈസ് ഒക്കെ തന്നെ സെയിം തന്നെയാണ്. പിന്നീട് ക്യാമറയിലാണ് വ്യത്യാസം വരുന്നത് Pro Plus ഒക്കെ ആയിട്ട്. ഇതിൻ്റെ ആണെങ്കിൽ 15 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. അതും സോണിയുടെ LYT600 എന്ന സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് 8 MB അൾട്രാ വരുന്നുണ്ട്. 2 MB ഡെപ്ത് ക്യാമറ റിയറിൽ വരുന്നുണ്ട്. 32 MB ആണ് സെൽഫി ക്യാമറ വരുന്നത്. റിയർ ക്യാമറയിൽ 4K 13 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. സെൽഫിയിൽ ഫുൾ HD മാത്രമേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ക്യാമറ വൈസും ഇതും അത്യാവശ്യം ഒരു നല്ലൊരു ക്യാമറയാണ്. സ്പെസിഫിക്കേഷൻ വൈസ് ഇറ്റ്സ് ഓക്കെ ആണ്. ബട്ട് ക്യാമറ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് മാത്രം പറയാം. ഞാനിപ്പോൾ കൂടുതലായിട്ട് ക്യാമറയെ പറ്റി പറയുന്നില്ല. ഇതിലും നല്ല ക്യാമറ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ക്യാമറ റിവ്യൂസ് എന്തായാലും പോയിട്ട് നോക്കുക. അത്യാവശ്യം ഒരുപാട് AI ഫീച്ചേഴ്സ് ഒക്കെ തന്നെ ക്യാമറയുടെ ഭാഗത്തൊക്കെ തന്നെ വരുന്നുണ്ട്. ഒട്ടുമിക്കതും സാംസങ് ഫോണിലൊക്കെ കണ്ട ആ ഒരു ഫീച്ചറൊക്കെ തന്നെയാണ് ഇതിലും പേര് മാറ്റിക്കൊണ്ട് തന്നെ ഇറക്കുന്നത്. അപ്പം അതിൽ വലിയ കാര്യമൊന്നുമില്ല. അപ്പം കുറച്ച് AI ഫീച്ചേഴ്സൊക്കെ തന്നെ എടുത്ത് പറയുന്നുണ്ട്. അപ്പം അതും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ദെൻ പെർഫോമൻസ് ആണെങ്കിൽ തന്നെ Qualcomm Snapdragon 7S Gen 2 എന്ന പ്രോസസർ തന്നെയാണ് വരുന്നത്. പഴയ മോഡലിൽ കണ്ട അതേ സെയിം ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. അറൗണ്ട് 6,18,000 ആൻറ്റോ സ്കോറും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. LPDDR4X റാവും UFS 3.1 സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. Realme UI 5.0 ആണ് യൂസർ ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത്. ബേസ്ഡ് ഓൺ Android 14 ആണ്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഒക്കെ തന്നെ റിയൽമി ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് ബാറ്ററി ആണെങ്കിൽ 5200 mAh ബാറ്ററി, 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് മാത്രമേ ഈ ഒരു ഫോൺ കിട്ടുന്നുള്ളൂ. Pro Plusലാണെങ്കിൽ നമുക്ക് 80 വാട്ട് കിട്ടുന്നുണ്ട്. നേരെ പകുതിക്ക് കുറച്ച് മേലെ ഒരു 5 വാട്ട് അധികം ഉണ്ട്, അത്രയേ ഉള്ളൂ. അപ്പം ഈ ഒരു 12 Pro എന്ന ഫോൺ ഈ ഒരു 24,000 രൂപ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ബിൽഡും അതുപോലെ തന്നെ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. പിന്നീട് നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്, നല്ല ക്യാമറ വരുന്നുണ്ട്. പിന്നെന്താ പെർഫോമൻസ് ഒക്കെ തന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. പിന്നീട് നല്ല ബാറ്ററി ഫാസ്റ്റ് ചാർജിങ് ഒക്കെ തന്നെ വരുന്നുണ്ട്. ഓവറോൾ ഒരു അത്യാവശ്യം ഒരു നല്ലൊരു ഫോണായിട്ടാണ് തോന്നിയത്. നല്ല ഫോൺ തന്നെയാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലെ മറ്റ് ഫോണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് ബെസ്റ്റ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ തന്നെ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. സോ വെയിറ്റ് ചെയ്യുക. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ഒരു നല്ലൊരു ഫോണായിട്ടാണ് തോന്നിയത്. എല്ലാ രീതിയിലും ഒരു ബെസ്റ്റ് എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ് ഈ ഒരു Realme 13 Pro 5G എന്ന ഫോൺ. അപ്പം ഈ ഒരു വീഡിയോ ഇന്നത്തെ പോലെ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫ്രണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.